Examinations bracket Prevention of Unfair Means Amendment Bill 2026 to amend the Public Examination Prevention of Unfair Means Bill 2024. आप इस पर विरोध करना चाहते हैं? പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്രം. ബില്ല് അവതരിപ്പിച്ചത് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. അവതരണത്തിനിടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയണമെന്ന ആവശ്യം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. The House will meet at 2 p.m. I adjourn the House to meet at 2 p.m. CJP പ്രതിഷേധത്തെ തുടർന്നുള്ള രാജിക്ക് പിന്നാലെ പാർലമെന്റിലെത്തിയ ധർമ്മേന്ദ്ര പ്രധാനെ ആഘോഷമായി സ്വീകരിച്ച NDA എംപിമാർ. മുൻ മന്ത്രിയെ സ്വീകരിച്ചത് ഷോൾ അണിയിച്ചും മുദ്രാവാക്യം വിളിച്ചും. രാജിവെച്ച മന്ത്രിയെ പുകഴ്ത്തി പോസ്റ്റ് പങ്കുവച്ച് കേരള കേന്ദ്ര സർവകലാശാല. ധർമ്മേന്ദ്ര പ്രധാൻ ആശംസകളും നന്ദിയും അറിയിച്ച ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ. സർവകലാശാലയ്ക്കെതിരെ ട്രോളുകളും പരിഹാസവുമായി പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ. ഡൽഹിയിലെ CJP പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ സുപ്രീം കോടതിയുടെ വിമർശനം. പോലീസിന് അമിതാധികാരം ഉപയോഗിക്കാനാകില്ലെന്നും കോടതി. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഹർജികൾ നാളെ ഒന്നിച്ച് പരിഗണിക്കും. പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന് സ്ഥിരീകരിച്ച് CRPF റിപ്പോർട്ട്. ഫയർ ചെയ്തത് 7 റൗണ്ട് പെല്ലറ്റുകൾ. വിദ്യാർത്ഥികൾക്ക് മേൽ പതിച്ചത് 5 റൗണ്ട് പെല്ലറ്റുകളെന്നും കണ്ടെത്തൽ. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. കാസർഗോഡ് മുതൽ മലപ്പുറം വരെ 5 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. നാളെയും വടക്കൻ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് അതിതീവ്ര ന്യൂനമർദ്ദമായി. ജൂലൈ 30 വരെ ശക്തമായ മഴ തുടരും. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ചെലവുകൾ കൂട്ടരുതെന്ന് വകുപ്പുകൾക്ക് നിർദ്ദേശം. പുതിയ കണക്ക് തയ്യാറാക്കുമ്പോൾ ബജറ്റ് പരിധി കടക്കരുതെന്ന് ധനകാര്യ വകുപ്പിന്റെ സർക്കുലർ. വകുപ്പിൽ ചെലവ് കൂടിയാൽ കാരണം ധനവകുപ്പിനെ ബോധിപ്പിക്കണം. ലാഭകരമല്ലാത്ത പദ്ധതികൾ നിർത്തലാക്കണം. ജീവനക്കാരെ പിരിച്ചുവിടാതെ പുനർവിന്യസിക്കാൻ നടപടികൾ എടുക്കണമെന്നും നിർദ്ദേശം. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത് 29.02 കോടിയുടെ സ്വത്ത്. കണ്ടുകെട്ടുന്നത് 3 കമ്പനികളുടേതുൾപ്പെടെ 12 പ്രതികളുടെ സ്വത്തുക്കൾ. ആദ്യഘട്ടത്തിൽ കണ്ടുകെട്ടുക ബാങ്ക് നിക്ഷേപങ്ങൾ, പ്രതികളുടെ കെട്ടിടം, ഭൂമി തുടങ്ങിയ സ്വത്തുക്കൾ അടുത്ത ഘട്ടത്തിൽ കണ്ടുകെട്ടും. CMRL 15 വർഷം കൊണ്ട് നടത്തിയത് 182 കോടി രൂപയുടെ വെട്ടിപ്പെന്ന് കണ്ടെത്തി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിന്റെ ആത്മഹത്യയിൽ പ്രതി ഡോക്ടർ MK റാമിനെ കസ്റ്റഡിയിൽ വിട്ടു. ക്രൈംബ്രാഞ്ചിന് കസ്റ്റഡി അനുവദിച്ചത് 5 ദിവസത്തേക്ക്. കേസ് പരിഗണിച്ചത് തലശ്ശേരി SC/ST പ്രത്യേക കോടതി. റാമിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യും. ബേപ്പൂർ വെസ്റ്റ് മാഹിയിലെ എണ്ണ മില്ലിലുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നാശനഷ്ടം. തീപിടിച്ചത് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രേണുക മില്ലിൽ. തീ നിയന്ത്രണ വിധേയമായത് 15ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളുടെ രാത്രി മുഴുവൻ നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിൽ. അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത് എണ്ണ സംഭരണികളിലേക്ക് തീ പടർന്നതോടെ. സംഭരിച്ചിരുന്ന വെളിച്ചെണ്ണ പൂർണ്ണമായും കത്തി നശിച്ചു. തുടർച്ചയായ 2ാം ദിനം പരസ്പരം ആക്രമിക്കാതെ അമേരിക്കയും ഇറാനും. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടി തൽക്കാലം നിർത്തിവെക്കുന്നതായി ഇറാൻ സൈനിക വക്താവ്. നടപടി ഇറാനെതിരെ US ആക്രമണം നിർത്തിയതോടെ. സംഘർഷം അയഞ്ഞതോടെ ആശ്വാസമായി എണ്ണവിലയിൽ ഇടിവ്. ബ്രെന്റ് ക്രൂഡ് വില $5.58 ഇടിഞ്ഞു.
ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 4ാം മെഡൽ നേട്ടം. പുരുഷ വിഭാഗം ഭാരോദ്വഹനത്തിൽ രാജ മുത്തുപാണ്ഡ്യയ്ക്ക് വെള്ളി മെഡൽ. ഇന്ത്യൻ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ച് ട്രാക്ക് ഇനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മലയാളി താരങ്ങളായ എം ശ്രീശങ്കറും സജൻ പ്രകാശും ഇന്നിറങ്ങും.